ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. हरियाणा का नाम इतिहास के पन्नों में दर्ज हो गया है. आज यहां से देश को पहली हाइड्रोजन ट्रेन मिली है. भविष्य में जब भी हाइड्रोजन ट्रेन का जिक्र आएगा तो जिंद का, सोनीपत का, हरियाणा का नाम भी आएगा ही आएगा. ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡീഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുനൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്നും DGMA നിർദ്ദേശിച്ചു.
ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ കാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. കാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് US നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ അടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകി DGMA.
ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം, ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.